So let's get started. So guys, നമ്മൾ ഇന്ന് ഒരു ഡ്രൈവ് ആണ്, പോർഷയുടെ ഒരു ഡ്രൈവ്. വി ആർ ഗോയിങ് ടു വയനാട്. സോ നമ്മളിപ്പം വെളുപ്പിനെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും, ഈവനിങ് ആയിരിക്കും അവിടെ എത്തുക. സോ നമ്മൾ ഇന്നത്തെ എൻ്റെ ഡേ ഒരു വ്ളോഗാക്കി കവർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. സോ നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ വ്ളോഗ് പരിപാടി വളരെ പാടുള്ളൊരു കാര്യമാണ്. ബട്ട് വിൽ സ്റ്റിൽ ട്രൈ ടു കവർ എവറിത്തിങ്. നമ്മളിന്ന് ഡ്രൈവ് ചെയ്യുന്ന ഇതാണ്. അപ്പം ബാക്കി കാര്യങ്ങൾ നമുക്കകത്തൂടെ കുറേ കഥ പറഞ്ഞു പോകും, കുറേ സമയമുണ്ട്. നമ്മൾ വയനാട് ഇന്ന് നമ്മൾ കുറേ കണ്ടന്റ് ചെയ്യുന്നതാണ്. കുറേ നാളായിട്ട് ആൾക്കാർ കുറേ കഥകൾ പറയണമെന്ന് പറയുന്നുണ്ട്. ഇന്നപ്പോൾ ഫുള്ള് കഥ പറച്ചിലായിരിക്കും. സോ ഗായ്സ്, നമ്മൾ ഫ്ലാഗ് ഓഫ് ചെയ്ത് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഡ്രൈവ് തുടങ്ങിയ സ്ഥിതിക്ക് നമ്മൾ ഫ്ലൈറ്റ് മോഡിലാവുകയാണ് ഗൈസ്. ഇനിയും ഒരു പരിപാടിയൊന്നുമില്ല. നിങ്ങൾ ഈയിടെ ഒന്ന് ആലപ്പുഴയിൽ പോയി, നമ്മൾ കുറേ മീറ്റിങ്ങും പരിപാടികളും ഒക്കെ ആയിട്ട് ഇതിൻ്റെ വില എന്താ, ഒരു BMW ഒരു താക്കോലിൻ്റെ വില എന്താന്ന് ഞാൻ അറിഞ്ഞത് അമ്മ. താക്കോലിൻ്റെ വില എന്നുള്ളതല്ല, 30 ദിവസം ഷോറൂമിൽ നിന്നാണ് നോക്കിയിരിക്കണം. ഏതാണ്ട് 40,000 രൂപയ്ക്ക് അടുത്തൊരു കീക്ക് വില. നമ്മൾ എന്നിട്ടൊരു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പരിപാടി ആയിരുന്നു, വണ്ടി കയറാൻ നോക്കിയിട്ട് കീ ഇല്ലാതെ പെട്ട്. പിന്നെ പോയെടുത്ത് വിളിച്ച് ചോദിച്ച് രാത്രി അവരെ വിളിക്കാൻ പറ്റത്തില്ല. 2-3 വട്ടം പുറത്തിറങ്ങി, അവിടാണോ അതോ പോയ ഹോട്ടലിലാണോ പോയ ബാറിലാണോ ഒന്നും അറിയത്തില്ല. നെക്സ്റ്റ് ഡേ നോക്കിയിട്ട് ഷോറൂമിൽ വിളിച്ചപ്പോഴത്തേക്കും ഇല്ല, ഇതങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് മറ്റേ സ്കാൻ ചെയ്ത് ചിപ്പ് റീഡ് ചെയ്ത് കോഡ് റീഡ് ചെയ്ത് ഈ കഥ അവർ പറയുന്നത്. 30 ദിവസം കഴിഞ്ഞ് കീ കിട്ടും, നിങ്ങൾ ട്രക്കിന് വിളിച്ച് എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കണം. ഇതാണ് സംഭവം. പിന്നെ അന്ന് നമ്മൾ കുറച്ച് പരിപാടികളൊക്കെ നടത്തി. ആ സ്ഥലം പറഞ്ഞു നമ്മൾ മറ്റേ ഗെയിമും സ്പീക്കറൊക്കെ വെച്ച് മൈക്ക് സെറ്റ്. പ്രിയപ്പെട്ട ജനങ്ങളെ, ഒരു BMW കീ കളഞ്ഞു പോയിട്ടുണ്ട്. സ്പോട്ട് ഓഫർ കൊടുത്തു. നമ്മൾ കീ കണ്ടുപിടിച്ചിരുന്നതിന് സ്പോട്ടിൽ 10,000 രൂപ കൈ കൊടുക്കുമെന്ന് പറഞ്ഞ് ഓഫർ. നാട് ഇളകി മറിഞ്ഞ് ഫുൾ ആൾക്കാർ പട്ടേന്ന് പല സൈഡിൽ നിന്നും കോള്. പക്ഷെ അടുത്ത എൻ്റെ അത്രേ നമുക്ക് കീ കിട്ടിയില്ല, എവിടെ പോയെന്ന് അറിയത്തില്ല. പിന്നെ അവസാനം ട്രക്ക് വിളിച്ച് ജോജി തന്നെ ഇവിടെ കൊച്ചിയിൽ സെറ്റ് ചെയ്യുന്നു. അപ്പം അങ്ങനെ ട്രക്ക് മേടിച്ച് കൊണ്ടുവന്ന് ഒരു ദിവസം കൊണ്ട് കീയും റെഡിയാക്കി തന്ന് സെറ്റ്. പോർഷകളൊക്കെ അങ്ങ് പോയി നമ്മൾ കഥ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഗൈസ്. അപ്പം നമ്മൾ ഇപ്പം കാലിക്കറ്റ് എത്താറായിട്ടുണ്ടല്ലേ. കാലിക്കറ്റ് എത്താൻ ഇനി 2 മണിക്കൂർ എന്തോ ഉണ്ട്. നമുക്കൊരു സ്ട്രെച്ച് കിട്ടുന്നില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. കൂളായിട്ട് നമ്മൾ ചില്ല് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മളിവിടെ കാലിക്കറ്റുള്ള ഷെഫ് പിള്ളേരാണ് നമ്മൾ ലഞ്ച് ചെയ്തത്. നമ്മളിത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. സോ ഗായ്സ്, നമ്മൾ വയനാട് എത്തിയിട്ടുണ്ട്. നമ്മുടെ കാറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു, പരിപാടികൾ ചെയ്തു. ഇപ്പോൾ ഒന്ന് ചായ കുടിക്കാൻ എത്തിയേക്കതു. ഇതാണ് ഒന്ന് കാണിച്ചോട്ടെ, ഇങ്ങനെ ഒരു ചുറ്റിടുക. അങ്ങോട്ട് പോയത് കേട്ടോ, അതിൽ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. സോ ഗായ്സ്, അപ്പം നമ്മുടെ ലൊക്കേഷനിൽ എത്താറായി. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 1 അവർ എന്തോ ഡ്രൈവ് ചെയ്യുള്ളൂ. വ്ളോഗ് പരിപാടി കുറച്ച് ടാസ്ക് പരിപാടി ആയതുകൊണ്ടാണ് എല്ലാം നമുക്ക് കവർ ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ പറ്റുന്ന പോലെ കവർ ചെയ്യാൻ നോക്കുന്നുണ്ട്. പിന്നെ പറ്റുന്ന പോലെ നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരുന്നുണ്ട്. അപ്പം കുറച്ചുകൂടെ നന്നായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ ചെന്നിട്ട് എന്താണെന്നുള്ളത് അറിയിക്കും. സോ ഗായ്സ്, നമ്മൾ ഫൈനലി അങ്ങനെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. സോ വി റീച്ച് ദ ലൊക്കേഷൻ. യെസ്, വി ആർ ഫൈനലി ഹിയർ. നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. പോർച്ചേഴ്സ് ആർ ഹിയർ. ഗായ്സ്, ദ ഡ്രൈവ് വാസ് സോ ഗുഡ്. കാരണം നമ്മൾ കുറേ ട്രാഫിക്കിൽ പെട്ട് കുറച്ച് അലഞ്ഞു തിരിഞ്ഞെങ്കിലും ഇറ്റ് വാസ് സോ ഗുഡ്. നമ്മൾ കുറേ കാർസ് ഷിഫ്റ്റ് ചെയ്തു, അതിൽ മാറ്റി കുറേ ഓഫ് റോഡിങ് എക്സ്പീരിയൻസ് കിട്ടി. അത് അടിപൊളിയായിരുന്നു. കാരണം മഴ, കാട്, കായൽ എല്ലാം ഉണ്ടായിരുന്നു. ഇറ്റ്സ് റിയലി ഗുഡ്. അതുപോലെ ഈ ഒരു സ്ഥലത്തോട്ട് വരുന്ന ഒരു വഴി അടിപൊളിയായിരുന്നു. ഇത് GT3 വരുന്നവർക്ക് അത് എത്രത്തോളം അടിപൊളിയായിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അല്ല, നമുക്കത് നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി ബാക്കി കാര്യങ്ങൾ, നമ്മുടെ റൂം ഏറ്റവും നല്ല ദ ഗ്രേറ്റസ്റ്റ് വ്യൂ എന്നാണ് പറഞ്ഞത്. എന്താണ് വ്യൂ എന്നുള്ളത് നമുക്ക് റൂം ചെന്ന് നോക്കാം.
ഗൈസ് നമ്മൾ ഡ്രൈവ് കഴിഞ്ഞ് ഇവിടെ വന്നു. എനിക്ക് ആക്ച്വലി ഇവിടുത്തെ ഒരു സ്ഥലത്തിൻ്റെ ഒരു ടൂറ് കാണിക്കണമെന്നുണ്ടായിരുന്നു. കാരണം ദ പ്ലേസ് ഈസ് സോ ബ്യൂട്ടിഫുൾ. ഇപ്പം ഈ ഒരു ട്രിപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ദ പ്ലേസ്, ഇങ്ങോട്ട് വന്ന ജേണി. അപ്പോൾ അതിൽ നമുക്കൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഇറ്റ്സ് കവേർഡ് ഇൻ ദ വീഡിയോ. പക്ഷേ വീഡിയോയിലുണ്ടല്ലോ, അപ്പം അതെല്ലാം വീഡിയോയിലുണ്ട്. അപ്പം അത് അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. ഇഫ് യു ആർ പ്ലാനിങ് ഫോർ എ ട്രിപ്പ് ഓർ ഇഫ് യു ആർ പ്ലാനിങ് ടു ഫോർ ആൻ എസ്കേപ്പ്, ജസ്റ്റ് കം ഓവർ, ജസ്റ്റ് ഗെറ്റ് എ കാർ, ജസ്റ്റ് ഡ്രൈവ്. സോ ബേസിക്കലി പിന്നെ ഇവിടെ കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു. രാവിലെ വി ഹാഡ് അവർ ബ്രേക്ക്ഫാസ്റ്റ്, കാർസ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഓണേഴ്സ് എല്ലായിട്ടും വി ഹാഡ് ആൻ ഇൻട്രാക്റ്റീവ് സെഷൻ. അപ്പോൾ ദർ ആർ അമേസിങ് കാർസ് ഗൈസ്. ഇതിൽ ഏറ്റവും വലിയ എക്സൈറ്റിംഗ് ഫാക്ടേഴ്സ്, ഐ ഗെറ്റ് മോട്ടിവേറ്റഡ് സീയിങ് ഓൾ ദ കാർസ് ആൻഡ് മൈ ഈഗോ ഗെറ്റ്സ് ട്രിഗേർഡ് ടു സീ പീപ്പിൾ ഹാവിങ് ദീസ് കാർസ് ആൻഡ് പീപ്പിൾ സ്പെൻഡിങ് ഹെൽ ലോഡ് ഓഫ് മണി ഫോർ ദീസ് കാർസ്. ദാറ്റ്സ് എ മെയിൻ തിങ്. അത് ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഐ ബി ലൈക്ക് ഐ വാസ് ലൈക്ക് ഓക്കെ, നെക്സ്റ്റ് ഡ്രൈവ് ഇവിടെ വരുമ്പോഴത്തേക്ക് ഐ വിൽ ബി ഹാവിങ് എ സ്പോർട്സ് കാർ, എങ്കിലേ ഞാൻ ഇവിടെ വരുള്ളൂ. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണുള്ളത്. അപ്പം ഇനിയും ഇതുപോലത്തെ വ്ളോഗുകൾ വേണമെന്നുണ്ടെങ്കിൽ കമൻസിൽ പറയുക. കാരണം ഈ വ്ളോഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് മോട്ടിവേഷൻ വേണ്ട ഒരു കാര്യമാണ്. സോ നിങ്ങൾ എന്നെ മോട്ടിവേഷൻ തരികയാണെങ്കിൽ കൂടുതൽ വ്ളോഗ്സ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ. ബാക്കി കഥകളൊക്കെ നമുക്ക് കാണിക്കാം. കുറേ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ ഷെയർ ചെയ്യാം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ലവ് യു ഓൾ.